യേശുദാസിൻ്റെ വെള്ള ഉടുപ്പും വെള്ള പാൻസും ഒക്കെ ഇട്ടിട്ട് വെള്ള ഷൂസും ഒക്കെ ആയിട്ടുള്ള പടങ്ങൾ ലോകത്ത് എവിടെയാണ് ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്നത് അറിയാമോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനത് കണ്ടെത്തി. ഒരു ആളിൻ്റെ വീട്ടിലാണ്. ഭിത്തി നിറയെ യേശുദാസാണ്. വലിയ വലിയ ഫോട്ടോസ് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ് ആ വീട് മുഴുവൻ. യേശുദാസിൻ്റെ ഫോട്ടോ ഇല്ലാത്ത ഒരു മുറി അവിടെ ഇല്ല. സ്വീകരണ മുറിയിലുണ്ട്, ഡൈനിങ് ഹാളിരിക്കുന്ന അവിടെ എല്ലാ സ്ഥലത്തും ഈ ഫോട്ടോസ് ഇങ്ങനെ ഓരോ ഭിത്തിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന യേശുദാസാണ്. ഇത്രയും വലിയൊരു യേശുദാസ് ആരാധകൻ ആരാണ്? അദ്ദേഹമാണ് സാക്ഷാൽ ജെ സി കുറ്റിക്കാട് എന്ന് പറയും. സിനിമാ സംവിധായകനാണ്, സത്യനന്ദിക്കാട്, അങ്ങനെ തുടർന്ന് ഒരുപാട് സംവിധായകരുടെയൊക്കെ ഗുരുവായിരുന്നു. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാത്ത പുതിയ തലമുറയിലെ ചെറുപ്പക്കാരാരുമില്ല സംവിധായകരുടെ കൂട്ടത്തിൽ. മിതഭാഷിയാണ്, മര്യാദക്കാരനാണ്, ജെൻറ്റിൽമാനാണ് ജെ സി. അപ്പോൾ ജെ സിയുടെ കൂടെ എനിക്കൊരു പടം വർക്ക് ചെയ്യേണ്ടി വന്നു. അത് എസ്.എൻ. സ്വാമിയുടെ സ്ക്രിപ്റ്റാണ്, അകലത്തെ അമ്പിളി. ആ പടത്തിൻ്റെ ഒരു പ്രത്യേകത, അന്യഭാഷകളുടെ ഒരു നടിയായിരുന്നു അതിൽ വന്നത്. നായകൻ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജെസിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള മലയാളത്തിലെ ഒരു താരമാണ്. ദാസേട്ടനെ പോലെ തന്നെ അദ്ദേഹം ബഹുമാനിക്കുന്ന ഒരു നടനാണ്. അപ്പം മമ്മൂട്ടിയും എസ്.എൻ. സ്വാമിയും ജെസിയും ഗംഭീരമായിട്ടൊരു പ്രോജക്റ്റായിരുന്നു അത്, അകലത്തെ അമ്പിളി. അപ്പം അതിലെ പാട്ടുകളാണെങ്കിലും ജെസിക്ക് വളരെ പ്രത്യേകതയാണ്, പാട്ടുകളൊക്കെ ഗംഭീരമാവണമെന്ന്. അപ്പോൾ പാട്ടുകൾക്ക് സംഗീത സംവിധായകനായി വിളിച്ചയാൾ ശ്യാമായിരുന്നു. ശ്യാമിൻ്റെ പാട്ടുകളൊക്കെ അക്കാലത്ത് ഭയങ്കര ഹിറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ പാട്ടെഴുതാൻ പോയ ആ സമയമൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഒരു പാട്ട് പ്രത്യേകിച്ചും യേശുദാസിനെ കൊണ്ടാണ് പാട്ട് പാടിക്കേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നു. സ്റ്റുഡിയോയിൽ ഉണ്ണിമോനൻ നിൽക്കുന്നു, പാടുന്നു, പാട്ട് വളരെ ഹൃദ്യമാവുന്നു. അപ്പോൾ ഡയറക്ടർ ശ്യാം ഉണ്ണിമോനെ വല്ലാതെ അനുമോദിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൻ്റെ മുഖത്തൊരു ദുഃഖഭാവമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ട്രാക്കാണെന്നുള്ളത്. അങ്ങനെ ഉണ്ണിമോൻ അത് പാടിയിട്ട് പോയി, അതിമനോഹരമായിട്ട് പാടി. അത് പിന്നെ യേശുദാസ് പാടി. യേശുദാസ് പാടിയ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് മലയാളത്തിൽ അവിസ്മരണീയമായ ഒരു നമ്പറായിട്ട് മാറി. കാരണം നീയകലെ എന്നോമൽ സ്വപ്നമേ, കുളിരമ്പിളി പൊന്നമ്പിളി എൻ മനസ്സോ നിന്നരികെ, നീയകലെ എന്നോമൽ സ്വപ്നമേ. പൂമാനം മഞ്ഞു പെയ്തു, താഴ്വാരം കുളിരു നെയ്തു, പൂന്തന്നൽ പാട്ടുപാടി, പൊന്മാനെ പേടമാനെ, താരക നിറയോ നീ എഴുതിയിടും സന്ദേശവാക്യങ്ങളോ എന്നൊക്കെ പറഞ്ഞാണ് ആ പാട്ട് പോകുന്നത്. കാണാതെ കണ്ടു നിന്നെ, കേൾക്കാതെ കേട്ടു നിന്നെ, പുൽകാതെ പുൽകി നിന്നെ, പൊന്മാനെ പേടമാനെ, എന്നുടെ ഹൃദയം നിൻ പ്രിയ സദനം, നീയെന്നും ഈ കൈകളിൽ, നീ അറിയാതെ ഞാനറിയുന്നു, നീയൻ കൺമണി, നീ അകലെ എന്നോമൽ സ്വപ്നമേ. ഇത് പാടിയത് ഉണ്ണിമേനോനാണ്, ട്രാക്ക് പക്ഷേ ഒറിജിനൽ യേശുദാസ്. അപ്പോൾ ആ പാട്ട് കഴിഞ്ഞു. പിന്നെയും പാട്ടുകളുണ്ട്. ഒരു ഗ്രൂപ്പ് സോങ്, കുറേ സുഹൃത്തുക്കൾ ചേർന്ന് പാടുന്നൊരു പാട്ട്, അതും നല്ല പാട്ടായിരുന്നു. അത് ആ പാട്ടിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ സ്വാമിക്ക് കുറച്ച് പാട്ടുണ്ട്, എസ്.എൻ. സ്വാമി കുറേശ്ശെ പാടുമുണ്ട്. അദ്ദേഹം ഇങ്ങനെ
യാത്രക്കിടയിലൊക്കെ പാടാറുണ്ട്. അപ്പോൾ ഈ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തീവണ്ടിയിലിരുന്ന് ഈ പാട്ട് ഞങ്ങൾ രണ്ടും കൂടെ പാടാൻ തുടങ്ങി. ഞാൻ ആദ്യത്തെ വരി പാടും, പുള്ളി അടുത്ത വരി പാടും. ആ പാട്ട് ഏതോ ഗീതം ഉണരുന്നൊരീ സന്ധ്യയിൽ, ഏതോ ഗീതം ഉയരുന്നൊരീ വേളയിൽ, കാതോർക്കുമോ കാതോർക്കുമോ വാചാല മൗനങ്ങളെ, ലാല ലാല ലലലലലലലല, വീശുന്നു വീശുന്നു തെന്നൽ ചാമരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പാട്ട്. അത് മാളയും ഗ്രൂപ്പ് എല്ലാം കൂടി ചെന്ന് മാള അരവിന്ദനൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഗെറ്റ് ടുഗദർ, കുറേ കൂട്ടുകാർ ചേർന്നിട്ട്. പക്ഷേ തീവണ്ടിയിൽ തിരിച്ചു പോരുമ്പോൾ ഈ പാട്ടാണ് ഞങ്ങളുടെ ചുണ്ടിലിങ്ങനെ നിൽക്കുന്നത്. നീയകലയൊക്കെ ഞങ്ങൾ മറന്നുപോയി. അപ്പോൾ സ്വാമി ഏതോ, അപ്പം ഞാൻ ഗീതം ഉയരുന്നൊരീ വേളയിൽ ഏതോ, ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പാടി വരുമ്പോൾ തൊട്ടടുത്തുള്ള സീറ്റുള്ള യാത്രക്കാരൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭയങ്കര കൗതുകം, ഒരു പുതിയ ട്യൂണും പുതിയ പാട്ടും. അങ്ങനെ അകലത്തമ്പിളിയിലെ പാട്ട് ഞങ്ങൾ തീവണ്ടി വെച്ച് തന്നെ ഹിറ്റാക്കിയ ഒരു ഓർമ്മയുണ്ട്. ഇയാളുടെ നമ്മുടെ ജേസിയുടെ സാമാന്യം കൊള്ളാവുന്ന ഒരു പടമായിരുന്നു അത്. അതിലെ ഓർമ്മകൾ ഇപ്പോഴും അങ്ങനെ പച്ച പിടിച്ച് നിൽക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള സുഹൃത്താണ് ജോൺസൺ. ഈ ഭരതൻ്റെ പടത്തിൽ ആദ്യമായിട്ട് ഹിറ്റ് പാട്ടുകളുണ്ടാക്കിയ ജോൺസണും ഞാനും കൂടെ പിന്നെ പലപ്പോഴും കണ്ടുമുട്ടി പല പടങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ജോൺസൻ്റെ സ്ഥായിയായ ഒരു സ്വഭാവം ഞാൻ കണ്ടത്, അത് വാസ്തവത്തിൽ സിനിമാക്കാരൊക്കെ പഠിക്കേണ്ടതാണ്. ഒന്നിലും അഹങ്കരിക്കുകയില്ല, അമിതമായ ആഹ്ലാദം ഒന്നിലുമില്ല, അമിതമായ ദുഃഖവുമില്ല. അത് വല്ലാത്തൊരു കഴിവാണ്. മാത്രമല്ല, ദേവരാമേഷ് പറഞ്ഞ പോലെ അദ്ദേഹം വലിയൊരു എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും കൈകാര്യം ചെയ്യുന്ന മലയാളത്തിലെ ഏക സംവിധായകനാണ് പുള്ളി. പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് മുഴുവൻ കൈകാര്യം ചെയ്യാൻ ഇത്ര കഴിവുള്ള ഒരാൾ, എന്നാൽ ഇതൊക്കെ ഉണ്ടെന്നുള്ള യാതൊരു ഭാവവും ഇല്ല. തൃശ്ശൂരിൽ വോയിസ് ഓഫ് തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ കളരി. അവിടെ വെച്ച് ഈ അതുല്യനായ കലാകാരനെ കണ്ടുപിടിക്കുന്ന നമ്മുടെ ജയചന്ദ്രനാണ് അദ്ദേഹത്തിനെ ദേവരായ മാഷൊക്കെ പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തിയ അന്ന് മുതൽ ദേവരായ മാഷോടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ഭക്തിയും ബഹുമാനവും മാഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുരുത്വം എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മലയാളത്തിലെ ഏറ്റവും പേര് കേട്ട ഡയറക്ടേഴ്സ് പോലും ജോൺസന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ജോൺസൻ്റെ റീ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിരുന്നു. MT വാസുദേവൻ നായർ തൊട്ട് പുതിയ തലമുറയിലുള്ള ഡയറക്ടേഴ്സ് മൊത്തം ഫുള്ളി ഡിപ്പെൻഡിങ് അപ്പോൺ ജോൺസൺ. എനിക്കറിയാം ഒരു പടത്തിൻ്റെ കൂടെവിടെ എന്നുള്ള പടത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക് രാത്രി ഫുൾ ടൈം ജോൺസൺ ചെയ്യുകയാണ് പത്മരാജന് വേണ്ടിയിട്ട്. അയാളുടെ ആ ഒരു കഴിവ് കണ്ടിട്ട്, അനിതര സാധാരണമായ അയാളുടെ കഴിവ് കണ്ടിട്ട് പത്മരാജനോട് നേരിട്ട് പറഞ്ഞു, ഇവൻ വാസ്തവത്തിൽ ഇവിടെ ജനിക്കേണ്ടവനല്ല എന്നാണ് പറഞ്ഞത്. ഇവൻ വല്ല വിദേശിയുമായിട്ട് വരേണ്ടതാണ്. ഇവൻ ഇത്രമാത്രം കഴിവുള്ള ഒരാളിനെ കണ്ടിട്ടില്ല. അത്ഭുതകരമായ സംഭവമാണ്. ഇൻസ്റ്റൻ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഈ സംഗീതത്തിലുള്ള മാന്ത്രിക വിദ്യകൾ. അങ്ങനെയുള്ള ജോൺസൺ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കണ്ടുമുട്ടിയത് ഒരു പടത്തിൻ്റെ സിറ്റുവേഷൻ പറയുകയാണ്. PG വിശ്വംഭരൻ്റെ ആഗ്നേയം എന്നൊരു സിനിമയുണ്ടായിരുന്നു, ആഗ്നേയം. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ഇതിന് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ പോകുന്നു. ജോൺസനാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. അവിടെ ഏതോ ഒരു ഹോട്ടലിൽ, ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ തൊട്ടടുത്ത റൂമിൽ വേറൊരു സംഗീത സംവിധായകൻ താമസമുണ്ട്. ഒരു സംഗീത സംവിധായകന്മാരുടെയൊക്കെ ഗുരുവാണെങ്കിൽ എ ഗ്രേറ്റ് മാൻ. ഞാൻ അറിയുന്നില്ല അത്. ജോൺസൺ വേറൊരു ഹോട്ടലിലാണ്. ഞാൻ ജോൺസനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഈ മുറിയിൽ നിന്ന് അദ്ദേഹം വരുന്നു. ഞാൻ നമസ്കരിച്ചു, അദ്ദേഹം എന്നെ നമസ്കരിച്ചു. ഞാൻ ചോദിച്ചു, മാഷ് എന്താ ഇവിടെ? അപ്പോൾ ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സിനിമയുടെ ജോൺസണുമായിട്ടൊരു സിനിമയുണ്ട്, ആഗ്നേയം, എൻ്റെ പാട്ട് കമ്പോസിങ്ങിന് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എൻ്റെ അന്വേഷണം പറ ജോൺസണോട് അദ്ദേഹം പറഞ്ഞു.
എന്നിട്ട് എന്നോട് പറയാണ്, ഞാനിവിടെ വന്നിരിക്കുന്നു 3-4 ദിവസമായിട്ട് കുറേ പാർട്ടീസ് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് പോകാനും പറ്റുന്നില്ല, അവരെ കാണുന്നില്ല. അദ്ദേഹം പറയുകയാണ്. എന്താണെന്ന് ചോദിച്ചു. അല്ല, അവർക്ക് എന്തോ ഒരു ജിങ്കിൾസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന്, ഏതോ ടൂത്ത് പേസ്റ്റിനോ എന്തോ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ജിങ്കിൾ അതുണ്ടാക്കാൻ വന്നിരിക്കുകയാണ് ഈ പേര് കേട്ട സംവിധായകൻ. ഹോട്ടൽ മുറിയിൽ ജിങ്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മനുഷ്യനിരിക്കുന്നു. വലിയ ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് പാട്ടുണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ്റെ പ്രായം പോലും ഇല്ലാത്ത ജോൺസൺ വേറൊരു മുറിയിൽ രാജാവായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ കഷ്ടമാണ്. അദ്ദേഹമാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകലക്കിയ സുന്ദരി ഉണ്ടാക്കിയ സംഗീത സംവിധായകൻ, സാക്ഷാൽ രാഘവൻ മാസ്റ്റർ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവിടെ പോയി ജോൺസനെ കണ്ടപ്പോൾ ജോൺസണോട് വിവരം പറഞ്ഞു. അപ്പോൾ ജോൺസൺ പറഞ്ഞു എന്താണെന്നറിയാമോ? അതാണ് ജോൺസൻ്റെ ഗ്രേറ്റ്നെസ്. അദ്ദേഹം ഉണ്ടാക്കുന്ന ആ ജിങ്കിൾ പോലും നമ്മുടെ പാട്ടിനേക്കാൾ ഗംഭീരമാകും രാജേന്ദ്രൻ. ആ കൈ തൊട്ടാൽ മതി, അവിടെ വലിയ വലിയ അത്ഭുതങ്ങളുണ്ടാകുന്നു. നേരെ മറിച്ച് അദ്ദേഹത്തെ അപഹസിക്കുകയല്ല പുതിയ തലമുറയിലെ സംഗീത സംവിധാനം ചെയ്തത്. അതേ ജോൺസനെ, അതും പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കാലം ഇത്ര കടന്നു പോയില്ല, ജോൺസൺ ഇപ്പോൾ ഇല്ലതാനും. അതേ ജോൺസനെ ദുഃഖിതനായിട്ട്, വളരെ ദുഃഖിതനായിട്ട് എന്നോട് ഒരു കഥ പറയുന്ന ഒരു ജോൺസനെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എറണാകുളത്തല്ല, ട്രിവാൻഡ്രത്തുള്ള ഒരു വലിയ ഹോട്ടലിൽ ഞാൻ ഒരു സിനിമയുടെ വർക്കിന് പോയതാണ്. തൊട്ടടുത്ത മുറിയിൽ ഇതുപോലെ ജോൺസൺ. പക്ഷേ ജോൺസൺ അവിടെ ആയിട്ട് ഒരാഴ്ച മറ്റോ ആയി. സിനിമയാണെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ സിനിമയല്ലെന്ന് ജോൺസൺ പറഞ്ഞു. ജിങ്കിളല്ല, അതിനേക്കാൾ കഷ്ടമാണെന്ന് പുള്ളി പറഞ്ഞത്. എന്താണെന്നറിയോ? അദ്ദേഹം കുട്ടികളുടെ മത്സരമുണ്ടല്ലോ, സൂപ്പർ സിംഗർ മത്സരങ്ങളുണ്ടല്ലോ, അതിന് മാർക്കിടാൻ ജഡ്ജിയായിട്ട് വന്നിരിക്കുകയാണ്. ജഡ്ജിയായിട്ടൊരു ചാനലിന് വേണ്ടിയിട്ട് ഒരാഴ്ച ഈ പരിപാടിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട്. അതിന് സ്റ്റുഡിയോയിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പുള്ളി. ഓരോ ദിവസവും ഒരു ചെറിയ എമൗണ്ടാണ് കിട്ടുന്നത്. ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വലിയ മനുഷ്യൻ മദിരാശിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് താമസിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ കുട്ടികൾ പാടുന്ന പാട്ടൊക്കെ കേട്ട് മാർക്കിടുക. സ്റ്റാർ സിംഗർ എന്താ അതിന് പറയുക. അപ്പോൾ അതിന് മാർക്കിടാൻ വന്നിരിക്കുകയാണ്. അത് ചീത്തക്കാരുമായിട്ട് പറയല്ല, അത്രയും വലിയൊരു സ്ഥലത്ത് നിന്ന മനുഷ്യൻ ഇവിടെ വന്ന് 7 ദിവസത്തേക്ക് ഒരു ഡെയിലി വേജസ് എന്ന് പറയാം, അങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്. ഞാൻ തുറന്നങ്ങ് പറയാണ്, അങ്ങനെ തുച്ഛമായൊരു എമൗണ്ടിന് വന്നിത് ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, പടങ്ങളുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ജഡ്ജായി മാറി. സുപ്രീം കോടതി ജഡ്ജി പോലെ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ജഡ്ജിയായിട്ട് സംഗതി പോരാ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ലാവണത്തിലേക്ക് അദ്ദേഹത്തെ കെട്ടേണ്ടി വന്ന വിധി ആലോചിക്കുമ്പോഴാണ് ഞാൻ അന്നത്തെ ആഗ്നേയത്തിലെ ആ പടത്തിൻ്റെ കാര്യം ആലോചിച്ച് പോകുന്നത്. എത്ര മനോഹരമായിട്ടാണ് ജോൺസൺ അത് ഉണ്ടാക്കിയത്. PG വിശ്വംഭരൻ്റെയും സാമാന്യം ഭേദപ്പെട്ടൊരു പടം. അപ്പോൾ അതിൽ അഭിനയിക്കാൻ പോയപ്പോൾ, അതിൽ എഴുതാൻ പോയപ്പോൾ ഞാൻ ജോൺസണോട് പ്രത്യേകിച്ച് പറയുകയും ചെയ്തു, ജോൺസൺ സാഹിത്യം വേണോ അതോ ട്യൂൺ ഇട്ടിട്ട് സാഹിത്യം വേണോ എന്ന്. ജോൺസൺ പറഞ്ഞു, എൻ്റെ പൊന്നെ MDR വരി എഴുതി തരാൻ ഞാൻ ട്യൂൺ ചെയ്തോളാം. എനിക്കതിനാണ് സന്തോഷം തോന്നിയത്. വരി എഴുതി തരൂ, ഞാൻ ട്യൂൺ ഇട്ടോളാം. ട്യൂൺ ഇട്ടിട്ട് നീ എഴുതൂ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മാന്യതയുള്ളതാണ് നിൻ്റെ കവിത. നീ എങ്ങനെ വളഞ്ഞ് തിരിച്ചെഴുതിയാലും ഞാൻ ട്യൂൺ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്ന ആ മഹാമനസ്കത. അതാണ് ആഗ്നേയം എനിക്ക് ഈ ജോൺസണിൽ തന്നത്. നല്ല പാട്ടുമായിരുന്നു. മഞ്ജു മഞ്ജീരശിഞ്ചിതമോടെ വെൺചന്ദന കുളിർച്ചാമരം വീശി. ഇപ്പോൾ സുതാര്യസുന്ദര മേഘങ്ങൾ അലിയും നിതാന്ത നീലിമയിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു സരസീരുഹ സൗവർണികയിൽ ഒഴുകി ഞാനറിയാതെ എന്നൊക്കെ പറയുമ്പോൾ ആ വരികൾ മനസ്സിലാവാഞ്ഞിട്ടാണോ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണോ അത് വേണ്ട എന്ന് പറയുന്നൊരു ടെൻഡൻസി പൊതുവെ
മലയാളിക്കുണ്ട്. അതുപോലെ ഈ മഞ്ജു മഞ്ജീരവും പ്രശ്നമായിരുന്നു. കാരണം മഞ്ജു മഞ്ജീരം ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാട്ട് ജോൺസൺ അതിനകത്ത് യാതൊരു വിഷമവും ഉണ്ടായില്ല, ഭംഗിയായിട്ട് പുള്ളി ട്യൂൺ ചെയ്തു. അപ്പോൾ വരികളുടെ ആ അർത്ഥവ്യാപ്തി മനസ്സിലാക്കി ട്യൂൺ ചെയ്യുന്ന സംഗീത സംവിധായകരും മലയാളത്തിലുണ്ട്. അതാണ് എനിക്ക് ആഗ്നേയത്തെക്കുറിച്ച് പറയാനുള്ള ഓർമ്മ. പി ജി വിശ്വംഭരൻ എന്ന് പറയുന്ന ചുറിയുറക്കുള്ള ചെറുപ്പക്കാരൻ. എനിക്ക് തോന്നുന്നത് പി ജി വിശ്വംഭരനെ ശരിയായിട്ട് ആരും അനലൈസ് ചെയ്തിട്ടില്ല. ശശികുമാറിന് ശേഷം മലയാള സിനിമയിലെ ഒരു വലിയൊരു പ്രസ്ഥാനമായിരുന്നു പി ജി വിശ്വംഭരൻ. വിശ്വംഭരൻ്റെ ആ ഒരു തണൽ പറ്റി എത്ര നടന്മാരാണ് പൊങ്ങി വന്നറിയാം. നമ്മുടെ പല സൂപ്പർ സ്റ്റാർസും വിശ്വംഭരൻ്റെ പടങ്ങളിൽ കൂടെ രംഗത്ത് വന്നവരാണ്. വിശ്വംഭരൻ്റേതായ ഒരു സ്റ്റൈൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റേതായ ഒരു പ്രത്യേക, അദ്ദേഹം എപ്പോഴും അത് സിനിമാക്കാർ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഏറ്റവും ലഘുവായ രീതിയിൽ പടം ചെയ്യുക എന്നുള്ളൊരു നിഷ്ഠ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വിന്ധ്യൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ പ്രൊഡ്യൂസർ. ഒരുപാട് നല്ല പടങ്ങൾ വിന്ധ്യൻ ചെയ്തു. വിന്ധ്യൻ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു കുറേ കാലം. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് ശ്യാമപ്രസാദ്, അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ, രഞ്ജിത്ത്, ഇവരൊക്കെ പിന്നീട് വന്നവരാണ്. വിന്ധ്യൻ്റെ വലിയ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അവർ. വിന്ധ്യനെ ഒരു ജ്യേഷ്ഠനെ പോലെ ബഹുമാനിച്ചിരുന്നു. വിന്ധ്യൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് പറയുകയാണ്, വിന്ധ്യൻ വളരെ ഇൻഡസ്ട്രിയസ് ആയിരുന്നു. ഓരോ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് ഇടപെടും എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ വിന്ധ്യൻ ഇടപെട്ടിട്ടൊരു സിനിമയുണ്ടാക്കി ശാലിനിക്ക് ശേഷം, ഒരു സ്വകാര്യം എന്നൊരു സിനിമ. ഈ ഒരു സ്വകാര്യം എന്നുള്ള സിനിമ വാസ്തവത്തിൽ ഉണ്ടാക്കുമ്പോൾ വിന്ധ്യന് സിനിമ ഉണ്ടാക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂലധനം കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് അത് സിനിമയായിട്ട് വന്നു. എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. വിന്ധ്യനത് ഏതൊക്കെയോ രീതിയിൽ അതിന് സാമ്പത്തികം സംഘടിപ്പിച്ചിട്ട് ആ സിനിമയിലൊരു സംവിധായകനെ ആവശ്യമുണ്ട്. അപ്പോൾ സംവിധായകനെ തേടി നടന്നപ്പോൾ സംവിധായകന്മാരൊന്നും അവൈലബിൾ അല്ല. കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്നോക്കം നിൽക്കുന്നൊരു സിനിമയിൽ സംവിധാനം ചെയ്യാൻ പോയുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ വിന്ധ്യന് സംവിധായകനെ വേണം. അപ്പോൾ നമ്മുടെ കലാകൗമുദി പബ്ലിക്കേഷനുണ്ട് തിരുവനന്തപുരത്ത്. അവരൊരു വീക്കിലി ഇറക്കിയിരുന്നു, ഒരു ഫിലിം വീക്കിലി. ആ ഫിലിം വീക്കിലി എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജയചന്ദ്രൻ നായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു, ഒരു ജ്യേഷ്ഠ സുഹൃത്ത്. അപ്പോൾ അതിൽ ഒരു ലേഖനം വന്നിരുന്നു. ഒരു പേജിൽ ഒരാളുടെ പടമൊക്കെ കൊടുത്തിട്ട് ഡയറക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആദ്യത്തെ പടം എടുത്തു. ആ പടം ഗംഭീരമായിരുന്നു, നല്ല ടേക്കിംഗാണ്. അദ്ദേഹം ആ പടത്തിന് ശേഷം പടങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ നല്ല മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇയാളെ പണ്ട് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ശ്രീവരാഹം ബാലകൃഷ്ണൻ്റെ ഒക്കെ ഒരു സുഹൃത്തല്ല, ഒരു അനുയായിയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇയാൾ. പല പടങ്ങളിലും അയാൾ അസിസ്റ്റൻ്റായിട്ടൊക്കെ പോയിട്ടുമുണ്ട്. ഒരു മുനിസിപ്പൽ ഉദ്യോഗസ്ഥനോ മറ്റുമാണ് പുള്ളി, ഒരു മുനിസിപ്പാലിറ്റിയിലോ മറ്റോ ആയിരുന്നു. അപ്പോൾ ഇയാളുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ലേഖനം കൊണ്ട് കൊള്ളാമെന്ന് വന്നപ്പോൾ ഞാൻ വിന്ധ്യനോട് പറഞ്ഞു, വിന്ധ്യൻ, ഇങ്ങനെ ഒരു ഡയറക്ടറുണ്ട്, അയാളുടെ ഒരു പടം എടുത്തിട്ടുണ്ട്, അത് സാമാന്യം കൊള്ളാമെന്നാണ് നിരൂപണമൊക്കെ വന്നിരിക്കുന്നത്, അയാളെ വേണേ ഒന്ന് അപ്രോച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എനിക്ക് ചെറിയ പരിചയമുണ്ടെന്ന് പറഞ്ഞു. വിന്ധ്യൻ റെഡിയായി പോയി അയാളെ കൊണ്ടുവന്നു, പരിചയപ്പെട്ടു. എന്നോട് പറഞ്ഞു, ഞാൻ അയാൾക്ക് പടം കൊടുക്കാൻ തീരുമാനിച്ചു, നല്ലവനാണെന്ന് തോന്നുന്നു. അവനാണ് ഹരികുമാർ എന്ന് പറയുന്നതാണ്, ആ ഡയറക്ടറാണ് ഹരികുമാർ. അപ്പോൾ ആമ്പൽപ്പൂവ് എന്നൊരു പടം എടുത്തിട്ട് നിൽക്കുകയാണ് ഹരികുമാർ. ആ പ്രൊഡ്യൂസർമാരൊന്നും ഇല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ വിന്ധ്യൻ ചെല്ലുന്നു, ഒരു സ്വകാര്യം എന്ന പടത്തിൽ സംവിധായകനായിട്ട് അവരോധിക്കുന്നു. കഥ ജയചന്ദ്രൻ നായരുടേതായിരുന്നു. എൻ്റെ സ്ക്രിപ്റ്റും ഹരി തന്നെ എഴുതി. അങ്ങനെ ഹരിയുടെ സ്ക്രിപ്റ്റ്, ജയചന്ദ്രൻ നായരുടെ കഥ, വേണുനാഗവള്ളി നായകൻ, ജലജ നായിക,
കൊടിയേറ്റം ഗോപിയും മമ്മൂട്ടിയും ഇവർക്ക് ചെറിയ റോളുകളിൽ, പിന്നെ ലോഡ്ജിൽ താമസിക്കുന്ന ആൾക്കാർ. മെയിൻ റോള് വേണു നാഗവള്ളിക്കാണ്. ഗോപിയും കൊടിയേറ്റം ഗോപിയും മറ്റുള്ള ആൾക്കാരൊക്കെ തത്തുല്യമായ ചെറിയ റോളുകൾ. ആ ലോഡ്ജിലേക്ക് ഒരു താമസക്കാരും ലോഡ്ജിൽ താമസിക്കുന്നൊരു നായകനും, അതാണ് വേണു നാഗവള്ളി. സംഗീത സംവിധായകൻ MB ശ്രീനിവാസൻ. അങ്ങനെ ഞാനും MB ശ്രീനിവാസനുമായിട്ടുള്ള ആദ്യത്തെ ബന്ധം ഉണ്ടാകുന്നത് ഒരു സ്വകാര്യം എന്ന പടത്തിലൂടെയാണ്. ആ പടത്തിന് വേറെ ഒരു ഗുണമുണ്ടായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം അവിടെ വെച്ച് സാധിക്കുകയാണ്. മലയാളത്തിലുള്ള ഒരുപാട് പേര്, ഒരുപാട് സിംഗേഴ്സ്, ദാസേട്ടനൊക്കെ എൻ്റെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. എൻ്റെ പാട്ടുകൾ പാടാൻ വേണ്ടി ഞാൻ ഏറ്റവും അധികം കൊതിച്ച ഒരു ശബ്ദമാണ് അതിൽ പാടിയിട്ടുള്ളത്. സാക്ഷാൽ S. ജാനകി. ജാനകിയമ്മ എൻ്റെ ആദ്യമായിട്ട് അതിനകത്തെ പാട്ടാണ് പാടുന്നത്. അപ്പോൾ ജാനകിയമ്മ പാടുന്നുണ്ട്, ദാസേട്ടനും പാടുന്നുണ്ട്. അങ്ങനെ ഒരു സ്വകാര്യം എന്നുള്ള പടത്തിലെ പാട്ടുകളൊക്കെ അതീവ ഗംഭീരമായി. അതിലെ ലല്ലബീസൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജാനകി പാടിയതും ദാസേട്ടൻ പാടിയതും. പിന്നെ ദാസേട്ടൻ്റെ വേറൊരു ഒറ്റപ്പെട്ട വേറൊരു ഗാനം ഉണ്ടായിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് മദ്രാസ് വെച്ചാണ് ഇപ്പോഴും ഓർക്കുന്നു. പിന്നെ MBSൻ്റെ ഒരു പ്രത്യേക ഗുണം, അത് ഞാൻ ദേവരായ മാഷായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണ്, രണ്ടുപേരും ഒരുപോലെയാണ്. അവർ ആ പാട്ടിനെക്കുറിച്ചല്ല ശ്രദ്ധിക്കുക, പാട്ടിൻ്റെ ലിറിക്സാണ്. ഈ വരികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധേടാവുന്ന ഒരാളാണ് MB ശ്രീനിവാസൻ. ദേവരായ മാഷെ പോലെ തന്നെ വരികളുടെ അർത്ഥം മനസ്സിലാക്കി അതിന് ട്യൂൺ കൊടുക്കാനുള്ളൊരു പ്രത്യേക കഴിവ്. മാത്രമല്ല പാട്ട് ചെയ്യുന്നതിലുള്ള സ്പീഡ്. പിന്നെ മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ ഗുണം ഞാൻ കണ്ടത്, പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് അങ്ങനെ കൺസേൺഡാണ്. കൂടുതൽ പണം മുടക്കാൻ പാടില്ല നിർമ്മാതാവ് എന്നൊരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് MBS കാണിച്ചുകൊണ്ടിരുന്നത്. ഹരിയെക്കുറിച്ചാണ് പറയുക. ഹരിയുടെ രണ്ടാമത് കിട്ടിയ ഒരു ചാൻസ് ആയതുകൊണ്ട് ഹരി വളരെ ആവേശഭരിതനായിട്ടാണ് പടം ചെയ്തത്. വാസ്തവത്തിൽ മലയാളത്തിലെ നമ്പർ 1 പടമായിട്ടത് മാറുകയും ചെയ്തു. അതിന് ശേഷമുള്ള ഹരികുമാറിൻ്റെ ഈ ഗ്രാഫ് വല്ലാതെ വലുതായി. അദ്ദേഹം ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തു. അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ ഇടക്കാലത്ത് നല്ല കുറേ പടങ്ങൾ, MTയുടെ ഒരു പടം ചെയ്യാൻ പുള്ളിക്ക് ഭാഗ്യമുണ്ടായി. മമ്മൂട്ടിയെ വെച്ചിട്ടൊരു പടം ചെയ്തു. അങ്ങനെ ഹരി വന്ന ആ പടത്തിൽ ഒരു സ്വകാര്യത്തിൽ ജാനകി പാടിയ പാട്ട് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അത് ആരീരാരോ ആരാരോ ആരീരാരോ ആരാരോ. പിന്നെ എങ്ങനെയെന്ന് വേറൊരു പാട്ട്, അത് യേശുദാസ് പാടിയത്. എൻ്റെ ലിറിക്കൽ ബ്യൂട്ടി നല്ല ഒട്ടും കളയാതെ അതിന് ട്യൂൺ ചെയ്യുന്നുള്ളതാണ്. ഹോട്ടൽ മുറിയിൽ ഞങ്ങളിങ്ങനെ അസ്വസ്ഥരാകുകയാണ്. കുറേ നോക്കിയിട്ട് മോഹൻ തിരിച്ച് ഡയറക്ടർ വീട്ടിൽ പോയി. പാട്ടുണ്ടാക്കണം എങ്ങനെ? ആ ക്രിട്ടിക്കൽ മൊമെൻറ്റിലാണ് എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുന്നത്. അത് റിയാലിറ്റിയാണ് പറയണം കേട്ടോ, ബാത്റൂമിൽ പോകുന്നൊരു തെറ്റല്ലല്ലോ. ഞാൻ ബാത്റൂമിൽ പോയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തെ റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ജോൺസൺ. ജോൺസൻ്റെ ഒരു എന്നോട് പറയുന്നത്, MDR പെട്ടെന്ന് വാ,